വെൽക്കം. തഹമനാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ ഓർ ലിപ്പിഡ് ലവറിംഗ് ഡ്രഗ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകളിലെ സൂപ്പർ ഹീറോ മരുന്നുകളെയാണ് പരിചയപ്പെടുക. സോ സ്റ്റാറ്റിൻസ് ആണ് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗോൾഡ് സ്റ്റാൻഡേർഡ് മരുന്ന് സ്റ്റാറ്റിൻസ് ആണ്. പക്ഷേ ഈ മരുന്നുകൾ അവയ്ക്കും മേലെയാണ്, അതുക്കും മേലെയാണ്. സോ നമ്മൾ പറയുന്നത് PCSK9 ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ്. രണ്ട് വ്യത്യസ്ത തരം ഗ്രൂപ്പുകൾ ഈ മരുന്ന് ഗ്രൂപ്പിനകത്തുണ്ട്. ഒന്ന് മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. മോണോക്ലോണൽ ആന്റിബോഡീസ് അഗൈൻസ്റ്റ് PCSK9 എതിരായിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. അലിറോകുമാബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ഇവോലോകുമാബ് എന്ന് പറയുന്ന മരുന്ന്. അലിറോകുമാബ് നമുക്ക് കിട്ടുക പ്രാലുവെന്റ് എന്ന പേരിലാണ്, ട്രേഡ് പേരാണ്. ദെൻ ഇത് നമുക്ക് കിട്ടുക റെപ്പാത എന്ന പേരിലാണ് കിട്ടുക. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആകെ ഒരാളേ ഉള്ളൂ. രണ്ടാമത്തെ ഗ്രൂപ്പ് സ്മോൾ ഇന്റർഫറിംഗ് RNA വിഭാഗം മരുന്നുകളാണ്. ആൻഡ് ഇതിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫേമസ് മരുന്നാണ് ഇൻക്ലിസിറാൻ എന്ന് പറയുന്ന മരുന്ന്. ലെക്വിയോ എന്നാണ് അതിന്റെ പേര്. ലെക്വിയോ എന്ന ട്രേഡ് പേരിലാണ് ഈ മരുന്ന് കിട്ടുക. ഓൾ ദീസ് ആർ ഇഞ്ചക്ഷൻസ് ആണ്, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് ആണ്. അപ്പോൾ മരുന്നിന്റെ പേര് നോക്കുക, siRNA എന്നാണ് പറയുക. siRNA ഇവിടെ ഉണ്ട്. SI ഫോർ സ്മോൾ ഇന്റർഫറൻസ്, റാൻ ഈസ് ഫോർ RNA. പേര് പഠിക്കാൻ സുഖമാണ്. ഇൻക്ലിസറാൻ എന്നാണ് പേര്. ആൻഡ് ഇത് മാബ്സ് ആണ്. മാബ് എന്ന് പറയുമ്പോൾ മോണോക്ലോണൽ ആന്റിബോഡി എല്ലാം അവസാനിക്കുന്ന മാബിലാണ്. യു ചേരുമ്പോൾ അത് മനുഷ്യന്റെയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ വെറൈറ്റി ആണെന്ന് മനസ്സിലാക്കും. C എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാർഡിയോ വാസ്കുലാർ ഡിസീസസ് അല്ലെങ്കിൽ സർക്കുലേറ്ററി ഡിസീസസിൽ ഉപയോഗിക്കും. സോ അലിറോകുമാബ് ആൻഡ് ഇവോലോകുമാബ്, ഇൻക്ലിസറാൻ എല്ലാം കുത്തിവയ്പ്പാണെന്ന് പറഞ്ഞു. സബ്ക്യൂട്ടേനിയസ് ആണ്. ഇൻസുലിൻ പോലെ കുത്തിവയ്ക്കാം, സ്വന്തമായി കുത്തിവയ്ക്കാം. സോ ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ എല്ലാം PCSK9 ആണ് തടയുന്നത്. ഇനി രണ്ട് മരുന്നുകളും LDL കൊളസ്ട്രോൾ വളരെ അധികം കുറയ്ക്കും. സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നവരിലും വീണ്ടും 50% ഓർ അധികം LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ, താഴ്ത്താൻ പറ്റുന്ന മരുന്ന്. പക്ഷേ ഇവയിൽ ഏറ്റവും എഫക്റ്റീവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇൻക്ലിസറാൻ ആണ്. 50 to 60% വരെ LDL കൊളസ്ട്രോൾ വീണ്ടും താഴ്ത്താം. തൊട്ടുപിറകിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ട്. ഒരു 40% to 50% വരെ നമുക്ക് എഴുതാം. ഇത്രയൊക്കെ കുറയ്ക്കാൻ ഇവയ്ക്കും പറ്റും. അലിറോകുമാബ് ആൻഡ് ഇവലോകുമാബ് രണ്ടും 2 ആഴ്ചയിൽ ഒരിക്കലാണ് സാധാരണ രീതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മാസത്തിലൊരിക്കൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇൻക്ലിസറാൻ 6 മാസത്തിൽ 6 മന്ത്സിൽ ഒരു തവണ കുത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മരുന്നുകളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം മെക്കാനിസം പറയാം. സോ നമ്മുടെ കരൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു, കരളാണെന്ന് വിചാരിക്കുക. സോ ലിവർ, അതിനകത്ത് സെൽസ് ഉണ്ട്, ഹെപ്പറ്റോസൈറ്റ്സ് എന്നാണ് പറയാം. സോ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു. അത് കൊളസ്ട്രോൾ എസ്റ്റർ ആകുന്നു, CE ആക്കിയിട്ട് പാക്ക് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ്. പാക്ക് ചെയ്ത് പുറത്തേക്ക് വിടുന്നതിനാണ് നമ്മൾ VLDL എന്ന് പറയും. സോ VLDL ആകുന്നു. VLDL എല്ലായിടത്തും ട്രൈഗ്ലിസറൈഡ് കൊടുത്ത് പിന്നെ IDL ആകും. IDL ആയിട്ടും വീണ്ടും ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൊടുത്ത് വീണ്ടും അത് LDL ആയിട്ട് മാറും. അപ്പൊ ഇതിനകത്ത് കൊളസ്ട്രോൾ കൂടുതലാണ്. ഈ LDL ആവശ്യക്കാർക്കൊക്കെ കൊളസ്ട്രോൾ കൊടുക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം LDL ആവശ്യമില്ലാത്തവർക്കും കൊളസ്ട്രോൾ കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. LDL കൂടിയാൽ അതാണ് പ്രശ്നം. ആൻഡ് എന്തായാലും ഈ LDL, ബാക്കിയുള്ള LDL ഒക്കെ വീണ്ടും നമ്മുടെ കരളിനകത്തേക്ക് തിരിച്ചു വരും. ഒരു 60% LDLും ഇതേപോലെ LDL തിരിച്ചു വരികയാണ്. സോ അപ്പോൾ ഈ കരൾ, നമ്മൾ ഇത് ലിവർ സെൽ ആണെന്ന് വിചാരിക്കുക. ഇത് ലിവർ സെൽ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഷേപ്പ് ഇതൊന്നുമല്ല. സോ LDL കൊളസ്ട്രോളിനെ സ്വീകരിക്കാനായിട്ട്, ഇവിടെ LDL കൊളസ്ട്രോൾ വരികയാണെങ്കിൽ അതിനെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. അതിന്റെ പേരാണ് LDL റിസപ്റ്റേഴ്സ്. സോ ദിസ് ഇസ് LDL റിസപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഹെപ്പറ്റോസൈറ്റ്സിൽ ഈ LDL റിസപ്റ്റേഴ്സിൽ ഇവിടെ വന്ന് LDL ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അകത്തേക്ക് എടുക്കും, ഇന്റേണലൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എൻഡോസൈറ്റോസിസ് ചെയ്യും എന്നാണ് സാധാരണ പറയുക. എൻഡോസൈറ്റോസിസ് ഓർ ഇന്റേണലൈസ്. ആൻഡ് ഈ അകത്തേക്ക് വന്ന സംഭവത്തെ നമ്മൾ ലൈസോസോമിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ലൈസോസോമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് കൊളസ്ട്രോൾ അങ്ങോട്ട് മാറ്റുകയും ആൻഡ് ഈ റിസപ്റ്ററിനെ വീണ്ടും തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. സോ റിസപ്റ്റേഴ്സ് ആർ ബാക്ക്. ഇതിനെ നമ്മൾ റിസപ്റ്റർ റീസൈക്ലിംഗ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ റിസപ്റ്ററിനെ റീസൈക്കിൾ ചെയ്യും. അപ്പോൾ കൂടുതൽ LDR റിസപ്റ്റർ ഉണ്ടെങ്കിലോ അപ്പോൾ എന്തായിരിക്കും, കൂടുതൽ LDLനെ ഇവിടെ വന്ന് പിടിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കൂടുതൽ LDL കരളിനകത്തേക്ക് എത്തും. കൂടുതൽ LDL കരളിനകത്ത് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് LDL ഇപ്പോൾ ബ്ലഡിനകത്ത് ഉണ്ടാകൂ എന്ന് കൂടി അർത്ഥമുണ്ട്. സോ ഇങ്ങനെ LDL കൂടുതലായിട്ട് കരളിലെത്തി കഴിഞ്ഞാൽ ഇത് തടയാൻ ഇതേ കരളിലെ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീന്റെ പേരാണ് PCSK9. പ്രോട്ടീൻ കൺവെർട്ടേസ് സബ്റ്റിലിസിൻ കെക്സിൻ ടൈപ്പ് 9 എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. സോ ഇതൊരു പ്രോട്ടീനാണ്. റെഗുലേറ്റർ പ്രോട്ടീൻ ആണ്. ആൻഡ് റെഗുലേറ്റിംഗ് ഹും, ആരെ റെഗുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിന് LDL റിസപ്റ്റേഴ്സിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു പ്രോട്ടീനാണ്. റെഗുലേറ്റഡ് പ്രോട്ടീൻ ഫോർ LDL റിസപ്റ്റേഴ്സ്. സോ കരളിൽ നിന്നുണ്ടാവുന്ന PCSK9 LDL ഒട്ടിപ്പിടിച്ച, അവിടെ LDL ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇത് ഒട്ടിപ്പിടിക്കുന്നു. ഇതിൽ PCSK9 ആണെങ്കിൽ ഇവിടെ പോയി ഒട്ടിപ്പിടിക്കുന്നു. ഇത് ഒട്ടിച്ചേർന്നവ എൻഡോസൈറ്റേസ് ചെയ്യുന്നു. വീണ്ടും പഴയ പോലെ എൻഡോസൈറ്റോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ റീസൈക്ലിംഗ് ആണ് നടന്നതെങ്കിൽ ഇതിവിടെ വെച്ച് തന്നെ നശിച്ചു പോകും, തവിട് പൊടിയാകി
നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. സോ നോ റീസൈക്ലിംഗ് ഓഫ് LDL റിസപ്റ്റേഴ്സ്. LDL റിസപ്റ്റേഴ്സ് തിരിച്ചു വെക്കാൻ LDL റിസപ്റ്റേഴ്സ് ഇല്ല. സോ അപ്പോൾ LDL റിസപ്റ്റേഴ്സിന്റെ എണ്ണം കുറയും. സോ ഇതാണ് PCSK9 ചെയ്യുക. സോ കരളിൽ LDL റിസപ്റ്റേഴ്സ് കുറഞ്ഞാൽ അപ്പോൾ ബ്ലഡിൽ ഇൻക്രീസ്ഡ് LDL കൊളസ്ട്രോൾ അല്ലെ, ഇവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാൻ ആളില്ല. സോ ഈ PCSK തടഞ്ഞാൽ LDL റിസപ്റ്റേഴ്സ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകും. ഇവിടെ ഈ സംഭവം ഇല്ലാതെയാവുകയാണെങ്കിൽ ഇത് കൂടുതൽ ആക്റ്റീവ് ആകും, മോർ റീസൈക്ലിംഗ് നടക്കും, ആക്റ്റീവ് റീസൈക്ലിംഗ് നടക്കും. റീസൈക്ലിംഗ് തടയുന്ന പരിപാടി കുറവായിരിക്കും. സാധാരണ രീതിയിൽ ഒരു 150 തവണയൊക്കെ ഇത് റീസൈക്കിൾ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് റീസൈക്കിൾ ചെയ്യും. സോ ഇതിനെ തടയുന്ന ഈ LDL റിസപ്റ്റേഴ്സിൽ വന്നൊട്ടിച്ചേരുന്ന PCSK തടയുന്ന മരുന്നുകളെയാണ് നമ്മൾ PCSK9 ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് മരുന്നുകൾ മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. അലിറോകുമാബ് ഉണ്ട്, ഇവലോകുമാബ് ഉണ്ട്. സോ രണ്ട് മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. PCSK9ൽ മാത്രം പ്രത്യേകമായിട്ട് ഒട്ടിച്ചേരാൻ പറ്റും. സോ ദീസ് ക്യാൻ സ്പെഷ്യലി ഓൺലി ഓൺ PCSK9. ഇത് സെല്ലാണെങ്കിൽ ഇത് നമ്മുടെ റിസപ്റ്റർ ആണെങ്കിൽ ഇവിടെ ഈ പ്രോട്ടീൻ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ PCSK9 ഇതാണെങ്കിൽ ഈ മരുന്നുകൾക്ക് ഇതിൽ മാത്രമാണ് ഒട്ടിച്ചേരുക. നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് വരയ്ക്കുക ഇങ്ങനെയാണ്. സോ വന്ന് ഇവിടെ പ്രത്യേകമായിട്ട് ഈ പ്രോട്ടീനിൽ ഒട്ടിച്ച്. സോ രണ്ടും ഹ്യൂമൻ ആണ്. യു നമുക്ക് കാണാം, അതുകൊണ്ട് അലർജി പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് C നമ്മൾ പറഞ്ഞു, C4 സർക്കുലേറ്ററി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. സോ ഇതിനെ ലിവറിൽ കടക്കാൻ പറ്റില്ല. മോണോക്ലോണൽ ആന്റിബോഡീസിന് സെല്ലിനകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പുറത്താണ് ഇത് ആക്ട് ചെയ്യുക. സോ ഇവിടെ വെച്ചിട്ട് ഇതിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിവിടെ വന്നൊട്ടിച്ചേർന്നാലും ഈ സംഭവത്തിന് ഇവിടെ വന്ന് പിടിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. സോ ബ്ലഡിലെ PCSKയിൽ ഒട്ടിച്ചേർന്നിട്ടാണ് ഇവ പ്രവർത്തിക്കുക. അപ്പോൾ PCSK9 ഇനാക്റ്റീവ് ആകും. സോ മോർ LDL റിസപ്റ്റേഴ്സോ ഇവിടെ കൂടുതലായിട്ട് LDL റിസപ്റ്റേഴ്സ് ഇങ്ങനെ വന്നു നിറഞ്ഞാൽ കൂടുതലായിട്ട് ആർക്കും ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റും. LDL കൊളസ്ട്രോളിന് ബ്ലഡിൽ നിന്ന് വന്നൊട്ടിച്ചേരാനായിട്ട് പറ്റും. സോ ഇത് സബ്ക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് അലിറോകുമാബ് എന്ന് പറയുന്ന മരുന്ന് 75 മില്ലിഗ്രാം ഉണ്ട്, 150 മില്ലിഗ്രാമിന്റെ ഇഞ്ചക്ഷൻ ആണുള്ളത്. 75-150 ഒക്കെ ആണെങ്കിൽ വൺസ് വീക്കിലി ആണ്, ആഴ്ചയിൽ ഒരിക്കലായിരിക്കും കൊടുക്കുക. 300 മില്ലിഗ്രാം 4 ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിലും കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അതിന്റെ ഡോസ് എന്ന് പറയുന്നത്. എവലോകുമാബ് 140 മില്ലിഗ്രാം ആണ് അവൈലബിൾ. 140 മില്ലിഗ്രാം ആഴ്ചയിൽ ഒരിക്കലാണ്, വൺസ് ഇൻ 7 days ആണ് നമ്മൾ കൊടുക്കുക. ആൻഡ് ഇത് 420 ഉണ്ടായിരുന്നു. ആൻഡ് ഇതിപ്പോ ഓട്ടോ ഇഞ്ചക്ടർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള, മറ്റ് പ്രീഫിൽഡ് സിറിഞ്ചൊക്കെ നിർത്തി എന്ന് പറയുന്നു. എന്തായാലും 420 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ വർഷം അത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ 140 ഉണ്ട്. അപ്പൊ 420 മില്ലിഗ്രാം ആണെങ്കിൽ ഒരു മാസം കൊടുക്കേണ്ടി വരും. മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. ഈ രണ്ട് മരുന്നുകളും ഹ്യൂമൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലർജി സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാം, കുറവാണ്. എങ്കിലും കുത്തിവെക്കുന്നിടത്ത് വേദന, പെയിൻ അറ്റ് ദ ഇഞ്ചക്ഷൻ സൈറ്റ് കണ്ടേക്കാം. ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, പനി പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ ചെറിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അവിടെ ചൊറിച്ചിലുണ്ടായേക്കാം, പേശിവേദന, ഇത്രയൊക്കെ ഉള്ള നമുക്ക് പറയാം. കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ മരുന്ന് ഇൻക്ലിസറാൻ ഒരു ചെറിയ RNA ആണ്, സ്മോൾ ഇന്റർഫെറിംഗ് RNA എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഇത് ലോങ് ആക്ടിംഗ് ആണ്, വളരെ അധികം നേരം പ്രവർത്തിക്കുന്ന മരുന്ന്. ആൻഡ് ഈ മരുന്നിന് 2 സ്ട്രാൻഡ് ഉണ്ട്. 2 സ്ട്രാൻഡിനെ, ഒന്ന് പാസഞ്ചർ സ്ട്രാൻഡ് ആണെങ്കിൽ ഒന്ന് ഗൈഡ് സ്ട്രാൻഡ് ആണ്. ഗൈഡ് സ്ട്രാൻഡ് ഉണ്ട് ആൻഡ് ഓൾസോ പാസഞ്ചർ സ്ട്രാൻഡ്. സോ ഇങ്ങനെ 2 സ്ട്രാൻഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഒന്നിനെ ഈ കരളിലെ പ്രത്യേക സെൽ, ഈ സെല്ലിനകത്ത് കൃത്യമായിട്ട് ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കണമല്ലോ. അപ്പൊ കരളിനകത്ത് ഹെപ്പാറ്റോസൈറ്റ്സിനകത്ത് മാത്രമേ ഇത് പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ കരളിലെ സെല്ലുകളിൽ ഒന്ന് പിടിക്കണം. ആ പിടിക്കാനുള്ള സംഭവം അല്ലെങ്കിൽ ആ റിസപ്റ്ററിന്റെ പേര് ഏഷ്യാലോ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഈ റിസപ്റ്ററിൽ മാത്രമേ ഈ സംഭവം ഒന്ന് ഒട്ടിച്ചേരൂ, വേറെ ശരീരത്തിന് എവിടെയും ഒന്ന് ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ അപ്പോൾ അതിനകത്ത് ഇത് പ്രത്യേകമായിട്ട് ഒട്ടിച്ചേരാൻ N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ പോലെയുള്ള ഒരു ഗൈഡ് സ്ട്രാൻഡ് കൂടി വേണം. സോ സംഭവം അകത്ത് കയറി. അപ്പൊ 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അകത്ത് കയറി കഴിയുമ്പോൾ 2 സ്ട്രാൻഡിൽ നിന്ന് ഒരു സ്ട്രാൻഡ് അങ്ങോട്ട് വിട്ടുപോകും. ആൻഡ് ഇനി പിടിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ DNA അകത്തിരിക്കുകയാണെങ്കിൽ DNA-ൽ നിന്നൊരു പ്രോട്ടീൻ ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് PCSK9 പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുക അതിൽ നിന്ന് mRNA ആണ് ഉണ്ടാക്കുക അല്ലെ. PCSK9 mRNA ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ ഈ സ്ട്രാൻഡ് പോയി ഇവിടെയാണ് ഒട്ടിച്ചേരുക. സോ ദിസ് mRNA-യിലാണ് ഒട്ടിച്ചേരുക. mRNA-യിൽ പ്രത്യേകമായി ഒട്ടിച്ചേരുന്ന siRNA ആണ് മരുന്ന്. അതുകൊണ്ട് വളരെ ലോങ് ആക്ടിംഗ് ആണ്. PCSK9 ഉണ്ടാവാൻ വേണ്ട എല്ലാ mRNA-യും നശിപ്പിക്കും. സോ നശിപ്പിച്ചിട്ട് ഇതിനെ വീണ്ടും പഴയ പോലെ ലൈസോസോമിനകത്തേക്ക് പറഞ്ഞു വിടും. സോ നോ mRNA മീൻസ് നോ PCSK. സോ ഇത് PCSK ഉണ്ടാവുന്നത് തടയാണ്. മറ്റേതോ ഉള്ള PCSK ബ്ലഡിൽ എത്തി കഴിയുമ്പോൾ കൊയാഗുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ്.
അതിലൊട്ടിച്ചേരുകയാണ് ചെയ്യുക. സോ രണ്ടിന്റെയും പ്രവർത്തന രീതി ചെറിയ വ്യത്യാസമുണ്ട്. സോ PCSK9 ഇല്ല, ദാറ്റ് മീൻസ് അപ്പൊ എന്താ സംഭവിക്കുക, കൂടുതൽ LDL റിസപ്റ്റേഴ്സ് അല്ലെ, നശിപ്പിക്കാൻ ആളില്ലെങ്കിൽ തഴച്ചു വളരും. LDL റിസപ്റ്റേഴ്സ് ധാരാളമായിട്ട് വരുമ്പോൾ LDL ഇവിടെ ഒന്ന് ഒട്ടിച്ചേരും. LDL കൂടുതലായിട്ട് ഇവിടെ വെച്ചേരുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസലിനകത്തുള്ള LDL കൊളസ്ട്രോളിന്റെ എമൗണ്ട് താഴും. സോ ഇത് ആദ്യം കുത്തിവെക്കുക 284 മില്ലിഗ്രാം ആണ് ഇഞ്ചക്ഷനായിട്ട് കുത്തിവെക്കുക. ഒരു 3 മാസത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി 3rd മന്തിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുത്തും. ദെൻ പിന്നീട് എവറി 6 മന്ത്സിൽ ഒരിക്കൽ മാത്രം മതി. ഓരോ 6 മാസത്തിൽ ഒരിക്കൽ ഓരോ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാൽ മതി. പക്ഷെ വില വളരെ കൂടുതലാണ് ഇൻക്ലിസറാൻ. മറ്റേതിനും മരുന്നുകൾക്ക് വില കൂടുതലാണ്. സോ വില കൂടുതലാണ് എന്നുള്ളതാണ് ഈ 2 മരുന്നുകളുടെയും ഒരു പ്രധാനപ്പെട്ട ദൂഷ്യഫലം എന്ന് പറയാം. ആൻഡ് ഇൻക്ലിസറാനും മറ്റേതുപോലെ കുത്തിവെക്കുന്ന മരുന്നാണ്, സബ്ക്യൂട്ടേനിയസ് തന്നെയാണ്. അപ്പൊ കുത്തിവെക്കുന്നിടത്ത് വേദന ഉണ്ടാകാം, ചിലപ്പോൾ ഫ്ലൂ ലൈക്ക് സിംറ്റംസോ അങ്ങനെയൊക്കെ, തടിപ്പോ അല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. സോ ഇതാണ് കൊഴുപ്പിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, നമ്മുടെ വജ്രായുധങ്ങൾ. അപ്പൊ ഈ മരുന്നുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗം പറയണം. നമ്മൾ ഉപയോഗിക്കുക ഇൻ ഫാമിലിയൽ ഹൈപ്പർ, ഉയർന്നു നിൽക്കുന്ന കൊളസ്റ്ററോലീമിയ കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ASCVD കണ്ടീഷൻസ്. ASCVDകൾ എന്ന് പറയുമ്പോൾ അതീറോസ്ക്ലീറോട്ടിക് കാർഡിയോവാസ്കുലാർ ഡിസീസസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. നേരത്തെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് വന്നിട്ടുള്ളവർ, കൊറോണറി സ്റ്റെന്റ് ഉള്ളവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ, ഗുരുതര കാർഡിയാക് ഡിസീസസ്, മറ്റ് ഡിസീസസ് ഉള്ളവർ. സോ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ മാക്സിമം സ്റ്റാറ്റിന്റെ പരമാവധി ഡോസ് കൊടുത്തു കഴിഞ്ഞു. പോരാ, നമ്മൾ എസെറ്റിമൈബ് പോലെയുള്ള മരുന്ന് കൊടുത്തു, അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ ബെംപെഡോയിക് ആസിഡും കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. എന്നിട്ടും നമുക്ക് LDL കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ACVD റിസ്ക് ഇനിയും കൂടുതൽ ഉണ്ട് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ, അപ്പോഴാണ് നമ്മൾ ഈ PCSK9 ഇൻഹിബിറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കുക. ആ സമയത്ത് അപ്പോൾ ഇത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ വില കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഭാവിയിൽ ഇത് വില കുറയുമ്പോൾ ചിലപ്പോൾ സ്റ്റാറ്റിനൊപ്പം ഈ മരുന്നുകൾ കൂടി കൊടുക്കാമെന്നുള്ള, നമ്മളെ പെൻസിലിനൊക്കെ കുത്തുന്ന പോലെ ആയാൽ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം എന്ന് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് PCSK9 ഇൻഹിബിറ്റേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.